1946 ജൂലൈ 22 ജെറുസലേം. ഏതാണ്ട് 80 വർഷം മുമ്പാണ് ഈ സ്ഫോടനം നടന്നത്. അന്ന് ഭീകരർ അറബികളുടെ വേഷത്തിലാണ് വന്നതെങ്കിലും ബ്രിട്ടൻ പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിൽ കണ്ടത് 5 ജൂതരെയായിരുന്നു. മെനഹേം ബെഗിൻ, ബെൻ എലൈസർ, ലൈബ് ബോയ്ക്കോ, റൂബൻ ഫ്രാങ്കോ, മറക് കഹാനെ ഇവയായിരുന്നു ആ പേരുകൾ. ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുത്താൽ 10,000 പൗണ്ട് പാരിതോഷികം ലഭിക്കും എന്നായിരുന്നു ആ വാണ്ടഡ് പോസ്റ്ററിലെ മാറ്റർ. ആ കാലത്ത് അതൊരു നിസാര തുകയല്ലെന്ന് ഓർക്കണം. എന്തിനായിരുന്നു അവർ ഈ സ്ഫോടനം നടത്തിയത്? അതറിയണമെങ്കിൽ വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിക്കണം. ബ്രിട്ടൻ്റെ കോളനിയായിരുന്ന ജെറുസലേമിലേക്ക്, അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ കിങ് ഡേവിഡ് ഹോട്ടലിലേക്ക്. ഫലസ്തീൻ മണ്ണിൽ ഒരു ജൂതദേശം സ്ഥാപിക്കാനുള്ള പിന്തുണയായി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർത്തർ ബാൽഫോർ 67 വാക്കുകളുള്ള ഒരു കത്ത് പുറപ്പെടുവിക്കുന്നു. 1917 സംഭവം. അതോടെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജൂതന്മാർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കാൻ ഫലസ്തീനിലേക്ക് ഒഴുകി തുടങ്ങി. എന്നാൽ തലമുറകളായി ആ മണ്ണിൽ ജീവിച്ചിരുന്ന ഫലസ്തീനിലെ അറബ് ജനത തങ്ങളുടെ വീടും ഭൂമിയും എല്ലാം തട്ടിയെടുക്കുന്നത് കണ്ട് നോക്കി നിന്നില്ല. സായുധമായും അല്ലാതെയും അവർ ചെറുത്തുനിൽപ്പ് തുടങ്ങി. പക്ഷേ ബ്രിട്ടൻ അതിനെയൊക്കെ വളരെ ക്രൂരമായി അടിച്ചമർത്തുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഏകദേശം 5000-ഓളം അറബികളെ ബ്രിട്ടീഷ് സൈന്യം അക്കാലത്ത് കൊലപ്പെടുത്തി. നേതാക്കളെ നാടുകടത്തി, സംഘടനകൾ നിരോധിച്ചു, അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്ത് നിരായുധരാക്കി. അതേസമയം ജൂതരുടെ സായുധ ഗ്രൂപ്പുകളെ ബ്രിട്ടൻ ആയുധം കൊടുത്ത് പരിശീലിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ജൂയിഷ് ഏജൻസിയുടെ അൺഒഫീഷ്യൽ മിലിറ്ററി വിങ്ങായി ഹെഗന എന്ന സംഘടന ഉണ്ടായി. ഫലസ്തീനി അറബികളെ പ്രതിരോധിക്കാനെന്ന പേരിൽ തുടങ്ങിയവർ ക്രമേണ ഒരു പ്രോപ്പർ മിലിറ്ററി ഫോഴ്സായി മാറി. 1938 ആകുമ്പോഴേക്കും ഇതുപോലെ മറ്റൊരു സംഘവും രൂപം കൊള്ളുന്നത് നാം കണ്ടു. ഒരു ക്രിസ്ത്യൻ സയനിസ്റ്റും ബ്രിട്ടീഷ് ആർമി ക്യാപ്റ്റനുമായിരുന്ന ഓഡ് വിൻഗേറ്റ് ഒരു ജോയിൻറ്റ് ബ്രിട്ടീഷ് ജൂയിഷ് ഫോഴ്സ് ഉണ്ടാക്കി. ഈ സ്ക്വാഡ് രാത്രിയുടെ മറവിൽ ഫലസ്തീനി ഗ്രാമങ്ങളിൽ കയറി കൂട്ടക്കൊലകൾ നടത്തി. ഒരു ജനതയെ ആയുധം കൊടുത്ത് ട്രെയിൻ ചെയ്യുകയും മറ്റൊരു ജനതയെ നിരായുധരാക്കുകയും ചെയ്യുക എന്ന തുല്യതയില്ലാത്ത ക്രൂരതയായിരുന്നു ഫലസ്തീനികളോട് ബ്രിട്ടൻ അന്ന് ചെയ്തത്. 1946 ആയപ്പോഴേക്ക് ഈ മേഖലയിൽ പലതരം സായുധ ഗ്രൂപ്പുകളുണ്ടായി. ഹെഗന, ഇർഗുൻ, ലഹി എന്നീ ജൂത ഗ്രൂപ്പുകളും ബ്ലാക്ക് ഹാൻഡ്, കസാമിയൂൺ, അബ്ദുൽ ഖാദിരി അൽ ഹുസൈനിയുടെ ഗൊറില്ല ഫൈറ്റേഴ്സ് എന്നീ ഫലസ്തീനി ഗ്രൂപ്പുകളും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 1946 ജൂലൈയിലെ ഒരു ഉച്ചനേരത്ത് ജെറുസലേമിലെ ബ്രിട്ടീഷ് ആസ്ഥാനത്തേക്ക് അറബ് വേഷത്തിലുള്ള കുറച്ചുപേർ കയ്യിൽ പാൽപാത്രങ്ങളുമായി കയറിപ്പോയതും ആ ഹോട്ടൽ ബോംബിട്ട് തകർത്തതും. അത് വെറും ഒരു ഹോട്ടൽ മാത്രമായിരുന്നില്ല, ബ്രിട്ടീഷ് സൈനിക ആസ്ഥാനം കൂടിയായിരുന്നു. അതിലും പ്രധാനം, മുമ്പ് അതായത് 1946 ജൂൺ 29 ബ്രിട്ടൻ നടത്തിയ ഓപ്പറേഷൻ അഗദ എന്ന ബ്രിട്ടീഷ് റൈഡിൽ പിടിച്ചെടുത്ത വിലപിടിപ്പുള്ള രേഖകൾ ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അന്നത്തെ ആ ഭീകരാക്രമണത്തിൽ ആ രേഖകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. എന്താണ് ആ രേഖകൾ? അതറിയണമെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് ഉത്തരവിട്ടത് ആരാണെന്നറിയണം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഇർഗുൺ എന്ന സായുധ സംഘടനയുടെ നേതാവ് മെനഹേം ബെഗിനാണ് നേതാവ്. ഇതേ ബെഗിൻ്റെ തലയ്ക്കാണ് ബ്രിട്ടൻ 10,000 പൗണ്ട് വിലയിട്ട് ഫലസ്തീൻ ചുവരുകളിൽ മുഴുവൻ പതിച്ചത്. അന്നത്തെ മോസ്റ്റ് വാണ്ടഡ് പോസ്റ്ററിലെ ഒന്നാമൻ, ഒരു കുപ്രസിദ്ധ ഭീകര സംഘടനയുടെ നേതാവെന്ന് ബ്രിട്ടൻ വിശേഷിപ്പിച്ചയാൾ. 1953 മുതൽ 55 വരെ ബ്രിട്ടനിൽ കാലുകുത്താൻ പോലും അനുവാദമില്ലായിരുന്നയാൾ. 91 പേരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് മെനഹേം ബെഗിൻ എന്തിനാണ് കിങ് ഡേവിഡ് ഹോട്ടലിലെ ആ രേഖകൾ നശിപ്പിക്കുന്നത്? അതിനു മാത്രം എന്ത് രഹസ്യമാണ് ആ രേഖകളിലുള്ളത്? കിങ് ഡേവിഡ് ഹോട്ടൽ ആക്രമണത്തിന് കൃത്യം 21 ദിവസം മുമ്പ്, അതായത് 1946 ജൂലൈ 1 ഹെഗനയുടെ തലവൻ മോഷേസിനെ ഇർഗുൻ്റെ നേതാവ് മെനഹേം ബെഗിൻ അയച്ച കത്തിലെ ഒരു ഭാഗമാണിത്.
ഇതിൽ പറയുന്ന ചിക്ക് എന്നത് കിങ് ഡേവിഡ് ഹോട്ടലിൻ്റെ രഹസ്യ കോഡായിരുന്നു. അതായത് ആ കത്ത് കിങ് ഡേവിഡ് ഹോട്ടൽ ആക്രമിക്കാനുള്ള ഉത്തരവായിരുന്നു. IDFൻ്റെ പൂർണ്ണരൂപമായ ഹെഗന ഉത്തരവിട്ട് ഇർഗുൻ എന്ന മറ്റൊരു സംഘം നടപ്പിലാക്കിയ ഭീകരാക്രമണമായിരുന്നു അത്. പക്ഷേ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? സയനിസ്റ്റ് നേതാക്കളുടെ ഒഫീഷ്യൽ ബോഡിയാണ് ജൂയിഷ് ഏജൻസി എന്ന സംവിധാനം. വയലൻസ് ഒട്ടുമില്ലാത്ത വളരെ ഡിപ്ലോമാറ്റിക്കായ ഒരു സംഘടനയായാണ് അവർ ജൂയിഷ് ഏജൻസിയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. അതേസമയം ഹെഗന, ഇർഗുൻ, ലഹി എന്നീ 3 സായുധ സംഘടനകൾ ഒന്നിച്ച് ജൂയിഷ് റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് എന്ന പേരിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കോർഡിനേറ്റഡ് ഓപ്പറേഷൻസ് നടത്താറുണ്ടായിരുന്നു. ആ ഓപ്പറേഷനുകളിൽ ഇതേ ജൂയിഷ് ഏജൻസിക്ക് വളരെ വലിയ പങ്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളായിരുന്നു അന്നത്തെ ഓപ്പറേഷൻ അഗത എന്ന റെയ്ഡിൽ പിടിച്ചെടുത്തത്. ഈ വിവരം പുറത്തു വന്നാൽ സ്വാഭാവികമായും ലോകത്തിനു മുന്നിൽ ജൂയിഷ് ഏജൻസിയുടെ മാന്യതയുടെ മുഖം തകർന്നു പോകുമായിരുന്നു. മുഖം മൂടി തകരുക മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസിൽ പലസ്തീൻ പാർട്ടീഷൻ ബോർഡ് നടക്കാനിരിക്കുന്ന സമയമായിരുന്നു അത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഓപ്പറേഷൻ അഗത എന്ന വലിയ റെയ്ഡിൻ്റെ പ്രാധാന്യം വരുന്നത്. ജെറുസലേം, തെല്ലവീവ്, ഹൈഫ എന്നിവിടങ്ങളിലെ ജൂയിഷ് ഏജൻസിയുടെ ഓഫീസുകളിലും സെറ്റിൽമെൻറ്റുകളിലുമായി നടത്തിയ അന്നത്തെ ആ വമ്പൻ റെയ്ഡിൽ 3 ട്രക്ക് നിറയെ രഹസ്യരേഖകളാണ് പിടിച്ചെടുത്തത്. അവയിൽ ഹെഗനയ്ക്ക് ഓപ്പറേഷൻസ് നടത്താൻ ജൂയിഷ് ഏജൻസി നേരിട്ട് അംഗീകാരം നൽകിയതിൻ്റെ രേഖകൾ, ഹെഗന, ഇർഗുൻ, ലഹി എന്നീ സംഘടനകൾ തമ്മിലുള്ള കോർഡിനേറ്റഡ് ഓപ്പറേഷൻസിൻ്റെ ഫോർമൽ അഗ്രിമെൻറ്റ്, കൂടാതെ ജൂയിഷ് ഏജൻസിയുടെ എക്സിക്യൂട്ടീവ് ഈ പ്രവർത്തനങ്ങളൊക്കെ അംഗീകരിച്ചതിൻ്റെ നിർണായകമായ രേഖകൾ ഇവയൊക്കെ ഉണ്ടായിരുന്നു. ഈ രേഖകൾ പബ്ലിക് ആയിരുന്നുവെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വലിയൊരു ഡൊമിനോ എഫക്റ്റ് ആയേനെ. ഇസ്രായേൽ രൂപീകൃതമായപ്പോൾ അതിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായത് ഡേവിഡ് ബെൻഗുരിയൻ ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ആ രേഖകൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ അന്നത്തെ ജൂയിഷ് ഏജൻസിയുടെ ചെയർമാനായിരുന്ന ഡേവിഡ് ബെൻഗുരിയൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലാകുമായിരുന്നു. മാത്രവുമല്ല, ഈ രേഖകൾ പുറത്തു വന്നാൽ സയനിസ്റ്റ് മൂവ്മെൻറ്റുകളെ ടെററിസവുമായി ബന്ധിപ്പിക്കാൻ എളുപ്പമായിരുന്നു. അതോടെ 1947 UN പാർട്ടീഷൻ വോട്ടിൽ സയനിസ്റ്റ് കോസിന് ലഭിക്കേണ്ടിയിരുന്ന പിന്തുണയും ഇല്ലാതാകുമായിരുന്നു. അപ്പോൾ ആ രേഖകൾ പുറം ലോകം കാണരുത്. അതിനായി ബ്രിട്ടീഷ് സൈനിക ആസ്ഥാനത്ത് ബോംബ് സ്ഫോടനം നടത്തുന്നു. നിർണായകമായ രേഖകൾ നശിപ്പിക്കുന്നു. കിങ് ഡേവിഡ് ഹോട്ടൽ ഭീകരാക്രമണത്തിന് ഉത്തരവിട്ട സയനിസ്റ്റ് നേതാവ് മെനഹേം ബെഗിൻ, ബ്രിട്ടീഷുകാർ ഔദ്യോഗികമായി ഭീകരൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി, 1978 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഏറ്റുവാങ്ങി. എന്നാൽ കിങ് ഡേവിഡ് ഹോട്ടൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു വിചാരണയോ ഔദ്യോഗിക ക്ഷമാപണമോ ഇന്നുവരെ ഉണ്ടായില്ല. മാറിയത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാത്രം. ചരിത്രമെന്നത് സംഭവങ്ങളുടെ വെറുമൊരു നിര മാത്രമല്ല. ആരെ എങ്ങനെ ഓർക്കാൻ അത് നമ്മളെ അനുവദിക്കുന്നു എന്നതും ചരിത്ര നിർവചനത്തിൻ്റെ ഭാഗമാണ്. ഒരാൾക്ക് ഭീകരൻ എന്ന മുദ്ര ലഭിക്കുമ്പോൾ മറ്റൊരാൾക്ക് സമാധാന ദൂതൻ എന്ന അംഗീകാരം ലഭിക്കുന്നു. അടുത്ത തവണ ഭീകരവാദം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, ഇത് ആര് നിർവചിക്കുന്നു? ആർക്ക് വേണ്ടി?